ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നാൽ ഞാൻ പറഞ്ഞില്ല, ആരും എന്നോട് ചോദിച്ചത് പോലും ഇല്ലെന്ന്. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, എനിക്കന്നേരം വാട്സപ്പിൽ ഒരു കമൻറ്റ് വന്നിയാൽ, ചേച്ചി വീഡിയോ കണ്ട് എന്നാലും ഹൃദയത്തിൽ തട്ടുന്ന ഒരു വേദന ചേച്ചി പറഞ്ഞു. ഞാൻ ഓർക്കുന്നു കേട്ടോ അങ്ങനെ പറഞ്ഞത്. കാരണം ആരും ചേച്ചി ചിരിച്ചുകൊണ്ടാണെങ്കിലും അത് ഹൃദയത്തിൽ നിന്നുള്ളൊരു വേദന. ശരി തന്നെ. ഇപ്പം ഞാൻ അല്ലേലും ഏതൊരു വ്യക്തിയാണേലും വീഡിയോ നല്ലതാണേലും നമ്മളിടുന്ന വീഡിയോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ആ വീഡിയോ എടുക്കുന്നതിൻ്റെ പുറകിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം വ്യൂസ് ഇല്ലയെന്നറിയുമ്പോൾ ആർക്കാണെങ്കിലും ഒരു വിഷമം വരും. നമ്മൾ സമയമെടുത്ത് വീഡിയോ എടുക്കുന്നത്, അത് എഡിറ്റിങ്ങിന് വേണ്ടി എടുക്കുന്നത്, പിന്നെ അത് വ്യൂസ് കൂടി ഇല്ലെന്ന് അറിയുമ്പോൾ വിഷമമുണ്ട്. വിഷമമില്ലെന്ന് ആര് പറഞ്ഞാലും അതൊരു വെറും വാക്കായിരിക്കും. വിഷമമുണ്ട്. പിന്നെ ഞാനും ചിരിച്ചുകൊണ്ടങ്ങ് പറഞ്ഞു. പക്ഷേ വിഷമമുണ്ട് വ്യൂസൊന്നും ഇല്ലാത്തതിന്. വ്യൂസൊക്കെ വരുമെന്ന് നമുക്കും വിശ്വസിക്കാം. പിന്നെന്താ, ഇന്നൊരു ചായ കടിക്ക് എന്ന് വേണേൽ പറയാം. പിള്ളേർക്ക് ടിഫിന് കൊടുക്കാമെന്നുള്ള ഒരു നാസ്ത എന്ന് വേണേൽ പറയാം. വളരെ പെട്ടെന്ന് ചെയ്യാവുന്നൊരു റെസിപ്പി കേട്ടോ. പിന്നെന്താ, പിന്നിനി ഞാനൊരു നാളെ അല്ലെങ്കിൽ മറ്റന്നാളാണ് നല്ലൊരു റെസിപ്പി. നമ്മുടെ മക്കാനയും കൊണ്ടൊരു കറിയാനുണ്ടാക്കി. സൂപ്പറായിരുന്നു കേട്ടോ. അത് എന്നോട് ചിലരിങ്ങനെ വാട്സപ്പിൽ ചോദിച്ചു, ചേച്ചി ഞാൻ അന്നാ താമരവിത്ത് കാണിച്ചോണേ ചേച്ചി, ഇത് എന്തൊത്തിനൊക്കെ. ഞാൻ കൊച്ചിന് വറുത്തിങ്ങനെ കൊടുക്കത്തേ ഉള്ളായിരുന്നു. പക്ഷേ അത് സെർച്ച് ചെയ്തോണ്ട് അതിൻ്റെ അകത്ത് പലത്. അതുകൊണ്ട് അത് അതിൻ്റെ ഇങ്ങനൊരു മുട്ടിൻ്റെ അകത്ത് തന്നെ ഉള്ള ഗുണങ്ങൾ ഭയങ്കരമാണ്. അതുപോലെ അതിൻ്റെ റേറ്റും കേട്ടോ, നല്ല റേറ്റാണ്. കിലോ 1500 പുറത്ത് രൂപയാണ്. ഞങ്ങൾ 100 ഗ്രാം വാങ്ങിച്ചതിന് ഇത്രയാകുമ്പോൾ പിന്നെ അതുപോലുള്ള ഗുണങ്ങൾ അതിനുണ്ട്. അപ്പോൾ പലരും ഇത് ഈ ഡയറ്റ് നോക്കുന്നവരെ, ഈ സെലിബ്രിറ്റീസുകളെ, അവരൊക്കെ അവരുടെ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ബേലായിട്ടും സാലഡായിട്ടൊക്കെ ഇത് കഴിക്കും. കാരണം അത് നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട പോഷകങ്ങളെല്ലാം അതിലുണ്ടല്ലേ. കാൽസ്യം, മിനറൽസ് എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ആ റെസിപ്പി കാണിക്കാൻ നിങ്ങളെല്ലാവരും കാണാൻ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നലെ മീനു പറഞ്ഞു, ചേച്ചി മുഖം ഒത്തിരി സ്വില്ലിങ് പോലുണ്ട്, സൈനസൈറ്റീസ് ആണോ, റെസ്റ്റ് എടുക്കണോ എന്നൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട്. റെസ്റ്റ് എടുക്കുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല, നല്ല കണ്ണിനൊക്കെ ഒരു നല്ലൊരു വേദന ഇതൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബർഗർ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വെജിറ്റബിൾ പാറ്റീസ് അതൊന്ന് ഇങ്ങനെ ഇച്ചിരി ഒന്ന് ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി ഒന്ന് വറുത്തെടുത്തു. എന്നിട്ട് ഈ പച്ച സവാളയും ടൊമാറ്റോയൊക്കെ ഇവർക്ക് അത്ര അങ്ങോട്ട് എനിക്കും ചിലപ്പോൾ ഇഷ്ടം. ഞാൻ ഇപ്പോൾ ഇന്ന് ചിന്തിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇച്ചിരി എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് വെക്കുമ്പം പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. പച്ച കടിക്കുന്നതിനേക്കായി ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പം ഞാനതൊന്ന് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ബർഗർ ബണ്ണ് ഇച്ചിരി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നെയ്യോ ബട്ടറോ ഓയിലോ എന്താണേലും ഇച്ചിരി ഒന്ന് തേക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരെണ്ണം ഞാനാണെങ്കിൽ കഴിക്കുന്നുണ്ട്. ഇവന്മാർക്ക് അത്ര ടൊമാറ്റോയും സവാളയൊക്കെ വെജിറ്റബിൾസ് കാക്കടി ഇഷ്ടം. പക്ഷേ കാക്കടി വാങ്ങിച്ചുകൊണ്ട് വരും. ആരും കഴിക്കാതെ ഞാൻ ചിന്തിക്കുക സാലഡ് ഉണ്ടാക്കാമെന്ന്. പിന്നെ നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതങ്ങ് മറന്നു പോകും. അപ്പം ഞാൻ കഴിക്കുന്നുണ്ടേ ഈ ടൊമാറ്റോയുടെ ലാസ്റ്റ് വശവും ആദ്യ വശവും ഒക്കെ ഇവർക്കൊന്നും ഇഷ്ടമല്ലല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടിച്ചെടുത്തിട്ട് ഞാനൊരു ബർഗർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇവർക്ക് ഉപയോഗിക്കാത്ത ഈ ടൊമാറ്റോയുടെ ലാസ്റ്റും സവാളയുടെ ആദ്യം എല്ലാം അതിൻ്റെ അകത്തങ്ങ് ഫില്ലിങ് ആക്കും.
അപ്പോൾ ആ ഫില്ലിങ് ഇതെല്ലാം കൂടെ കഴിച്ച് ഒരെണ്ണം കഴിക്കുമ്പോഴത്തേനും വയറങ്ങ് ഫുള്ളാവും എന്നുള്ളത്. കളയുന്ന എങ്ങനെയാണെന്നും പറഞ്ഞ്, കാരണം ഇവർക്ക് ഈ ആദ്യ അവസാനമുള്ള ടൊമാറ്റോ ഒന്നും അത്ര ഇഷ്ടമല്ല. ബ്രെഡും അതുപോലെ ആദ്യത്തെ അവസാനത്തേനെയും അങ്ങ് തള്ളും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി ടൊമാറ്റോ സോസും മയോണൈസും ഒന്ന് തേച്ചിട്ട് ഇതുകൂടെ വെച്ചിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഞാനപ്പോൾ എണ്ണയിൽ ഇങ്ങനെ ഇച്ചിരി ഒന്ന് വാട്ടിയെടുത്തതുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നെന്ന് പറഞ്ഞു ഇവർ. ബർഗറൊക്കെ റെഡിയായി എല്ലാവർക്കും കൊടുത്തു. ഇനി അടുത്ത പരിപാടിയൊക്കെ ഞാൻ നോക്കട്ടെ. അപ്പോൾ അരിയൊക്കെ അടപ്പത്തിട്ടു. പിന്നെ നേരത്തെ ടൊമാറ്റോയും കുറച്ചുണ്ട്. അപ്പോൾ ഇന്നലെയും കുറച്ച് ടൊമാറ്റോ ഉണ്ട്. ഇന്നലെ നേരത്തെ കൊണ്ടുവന്നത് വലിയ ടൊമാറ്റോ ആയിരുന്നു. അത് നമുക്ക് തിന്നാൻ തന്നെ നല്ലൊരു അകത്ത് മൊത്തം നല്ല മാംസമായിരുന്നു. നല്ലൊരു പുളിയും മധുരവും എല്ലാം കൂടെ ആയിരുന്നു. ഇന്നലെ കൊണ്ടുവന്നത് പൂഞ്ഞാണിയായിരുന്നു. പക്ഷേ അത് അത് പെട്ടെന്ന് ടൊമാറ്റോ ചട്നി വയ്ക്കാനേ വെക്കൂ. അപ്പോൾ അത് കുറച്ച് ദിവസം കൊണ്ട് ടൊമാറ്റോ ചട്നി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ച് അതപ്പം കുറച്ച് ടൊമാറ്റോ ചട്നിയും സവാളയും എല്ലാം കൂടെ എടുത്തിട്ട് ഇനിയും വെളുത്തുള്ളി അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഞാൻ ഇനിയിപ്പോൾ അകത്ത് പോയിരുന്ന് അങ്ങ് അരിഞ്ഞിട്ട് വരാമെന്ന് വെച്ച്. അതൊക്കെ ഒന്ന് കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ ഇടട്ടെ. അപ്പോൾ ഇന്നലെ 2-3 ദിവസം കൊണ്ട് ഇവിടെ മീനില്ല. ഇവിടെ മീൻകാരുടെ അടുത്ത് ചോദിച്ചുണ്ടേ എനിക്ക് അല്ലെങ്കിൽ മീനിൻ്റെ അച്ചാറിൻ്റെ ഓർഡറും ഉണ്ട്. ഞാൻ ആകെ ടെൻഷനിൽ ഇരിക്കുക. എന്നോട് 1 മാസം മുമ്പോട്ട് പറഞ്ഞതുമാണ്. അപ്പം നമുക്ക് അച്ചാറിടുന്ന കേരച്ചൂര വരുന്നില്ല. അപ്പം പുള്ളിക്കാരനോട് ചോദിച്ചുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പറയുന്നത് ഭയങ്കര വിലയാണ്, അതുകൊണ്ട് ആ ചൂര അവരെടുക്കാറില്ല, അല്ലാത്ത ചൂര എടുത്തുകൊണ്ട് വരുന്നതെന്ന്. അപ്പം ഞാൻ പറയുമായിരുന്നു കുറച്ചെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ മീൻസ് കുഞ്ഞതായിട്ടാണേലും വാങ്ങിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഒരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയും ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ഇതാണ്. അപ്പോൾ ഇവിടെ വിളിച്ചുണ്ടെങ്കിൽ ഇവരും പറഞ്ഞു ഇപ്പം അത് വരുന്നില്ല, അതിന് വില ആയതുകൊണ്ട് അങ്ങനെ എടുക്കുന്നില്ല. അപ്പം ഇന്നലെ ആ അയല കണ്ടോണ്ടേ സത്യം എനിക്ക് 3-4 ദിവസം മീനില്ലായിരുന്നുണ്ട്. ഇവിടെ ഇപ്പം ഇച്ചിരി മീൻചാറുണ്ടെങ്കിൽ ഇവിടെ പിള്ളേർക്കാന്നേലും അതിൻ്റെ അകത്ത് ഒഴിക്കുന്നുണ്ട്. ഇച്ചിരി ചുമന്ന കളറ് ചോറിൽ കിടക്കുമ്പോൾ ഒരിത്തിരി കാണാനും രസമുണ്ട്, കഴിക്കാനും രസമുണ്ട്. 2-3 ദിവസം ബുദ്ധിമുട്ടി. ബീഫാണെങ്കിലും അതുപോലെ ബീഫിൻ്റെ ഓർഡർ അവരോട് ചോദിച്ചുണ്ടെങ്കിൽ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറയണം, നമുക്ക് നല്ലത് അച്ചാറിനുള്ളത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നേരത്തെ പറയണം. അപ്പോൾ ഇന്നലെ വിളിച്ചോണ്ടേ ഇപ്പം ഇതല്ലേ അവരുടെ നൊയമ്പല്ലേ, അതുകൊണ്ട് അവർക്കും ചിലവാണ്. അത് 2 ദിവസം കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞ് ആകെ ഒരു അവതാളത്തിലായെന്നുള്ളതാണ്. അവർക്കും സാധനം ഷോർട്ടാണ്. കാരണം എല്ലാവരും ഇവരുടെ ഈ നൊയമ്പെന്ന് പറയുമ്പോൾ എല്ലാവരും വാങ്ങിച്ച് നന്നായിട്ട് ഇവർ അത് അവരുടെ എല്ലാവർക്കും വേണം. അത് ഇഷ്ടം പോലെ ഉണ്ടാക്കി സ്റ്റോക്കായിട്ട് അങ്ങ് വെക്കുമെന്ന് അന്ന് ഞങ്ങൾ പോയപ്പോഴേ ആ ബീഫുകാരൻ പറഞ്ഞത്. അപ്പം ഞാൻ ടൊമാറ്റോ അടപ്പത്ത് വെച്ച് അത് കഴിഞ്ഞ് തോരനോടെ വെക്കാനായിട്ട് ഞാൻ സവാളയെല്ലാം അതിൻ്റെ അകത്ത് അരിഞ്ഞ് എവിടെ അതുകൂടെ ഒന്ന് അടപ്പത്ത് വെച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളകി കൊടുത്താൽ മതി. അപ്പോൾ മോരുകറി ഇരിപ്പുണ്ട്. ഇപ്പം ഉച്ചയ്ക്ക് അതും പിന്നെ തോരനുണ്ട്. അപ്പോൾ ഈ ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 4 മണിക്ക് ചായകടിക്ക് വേണ്ടിയാണ് ഞാൻ ആ നാസ്ത പോലെ അത് ഉണ്ടാക്കിയത് ചായകടിക്ക്. അത് പിന്നെ ടിഫിനും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാൻ നല്ലതാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ ഞാൻ കൂട്ടാനൊന്നും അതിന് വേറെ സെപ്പറേറ്റ് ഒന്നും വേണ്ട, അങ്ങനെ ചായയുടെ കൂടെ കടിച്ച് നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം നോക്കിയുണ്ട് എൻ്റെ ലാപ്സിയുടെ പാക്കറ്റും ലാപ്സി റവ എന്നാണ് ഇത് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ഞാൻ റവ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ, ലാപ്സി എന്നുള്ളത് ശ്രദ്ധിച്ചില്ല. പൊട്ടിച്ചിട്ടപ്പോഴാണ് അറിഞ്ഞത് അത് ലാപ്സിയാണെന്ന് അറിഞ്ഞത്. പിന്നെ അത് മാറ്റി വെച്ചിട്ട് പിന്നെ റവ എടുത്ത് ഞാനിവിടെ ഇപ്പോൾ ഒരു കുഞ്ഞൊരു 6 ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് റവയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചാൽ മുട്ടയുടെയും കൂടെ ടേസ്റ്റ് കിട്ടും, നല്ലതാണ്. ഞാനപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം അതിൽ ഒരു പിഞ്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായി ഒന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് എൻ്റെ കയ്യിൽ ഏലക്ക പൊടി ഇല്ലാത്തതുകൊണ്ട് ഇതിൽ തന്നെ 2 ഏലക്ക ഇട്ടൊന്ന് അരയ്ക്കുന്നുണ്ട്.
പഞ്ചസാര കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ, ഇതൊരു ഏളം ജസ്റ്റ് ഒരു മധുരമുള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് ആ ചായയുടെ കൂടെ കടിച്ച് തിന്നുന്നതിന് കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾക്ക് ഇതിനേക്കായി മധുരം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിതിൽ അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട്, ഇപ്പം ഞാൻ മൊത്തം അരക്കപ്പ് വെള്ളം ഒഴിച്ചില്ല, വെള്ളം 1 ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അത് ലാസ്റ്റിൽ എനിക്ക് ആ 1 ടേബിൾ സ്പൂൺ കൂടെ എടുക്കേണ്ടി വന്നായിരുന്നു. ഇതാദ്യം വെള്ളം ഒഴിച്ചിട്ട് ഉടനെ അടിക്കാതെ ഒന്ന് സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അത് ആ റവ ഇതെല്ലാം ഒന്ന് കുതിരും. എന്നിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചു കൊടുക്കാം. അല്ലാതെ ഇളക്കാതെ അടിക്കുവാണെങ്കിൽ അതെല്ലാം ഒന്ന് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ സ്പൂണും കൊണ്ട് ഇങ്ങനെ ഒന്ന് എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. റവയൊക്കെ ഒന്ന് അരയണം കേട്ടോ. ഞാൻ നന്നായിട്ട് മിക്സിയിൽ അത് അടിച്ചിട്ട് ഒരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ മിക്സിയുടെ ഞാൻ 1 കപ്പ് അതിൽ അരക്കപ്പ് വെള്ളം എടുത്തിട്ട് ബാക്കി കുറച്ചുണ്ടായിരുന്നല്ലേ, അതിലെ വെള്ളം തന്നെ ഒഴിച്ച് മിക്സിയുടെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഞാനൊന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ആ റവയൊക്കെ ഒന്നുകൂടെ ഒന്ന് കുതിർന്നൊരു ഇതാവും. ബാക്കി ഞാൻ പറഞ്ഞില്ല അത്രയും വെള്ളം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്ത ഉടനെ ഇതാണ്ട ഇത്തിരി ഒന്ന് തിക്കായി. എന്നിട്ട് വീണ്ടും ഒരു ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ച് ഞാനതൊന്ന് ലൂസാക്കിയിട്ടുണ്ട്. കഷ്ടം, അവളതാണ്ട് ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ ഒരു 6 മണിയായി, ഇപ്പോഴും തൂക്കുക അവിടെ നിന്ന്. ഇന്ന് അവനില്ലെന്ന് തോന്നുന്നു. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഞാൻ പറഞ്ഞത് അനുവിൻ്റെ കാര്യം. എനിക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ കാണാം അവളവിടെ തൂക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു വന്നില്ലെന്ന്. അതുകൊണ്ട് അവളാ ചെയ്യുന്നതെല്ലാം. ഇതുവരെ പോയിട്ടില്ല 6 മണിയായിട്ടും. ആ വയറും വെച്ചുകൊണ്ട് ചെയ്യുക. നമ്മൾ ആരാന്നേലും ഇത്രയും കിടന്ന് കഷ്ടപ്പെടത്തില്ല. അവളെ ആ 1-ാം മാസം തൊട്ട് ഈ നിമിഷം വരെ അവൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് അറിയാം. ഞാൻ പറഞ്ഞു നിൻ്റെ ഫുൾ ഡേറ്റ് വരെ നീ പോകത്തില്ല, അതിനുമ്പിട്ടാവുമെന്ന്. ഇന്നാണെങ്കിൽ ഇവിടെ വന്നോണ്ടേ ഞാൻ ഫോൺ ചെയ്ത് ലേറ്റാണേ 2:30 വരാഞ്ഞ് വിളിച്ചോണ്ട് പറഞ്ഞു ആൻറ്റി ഞാൻ ആഹാരം കഴിക്കുക എന്നിട്ട് വരാമെന്ന്. വന്നിട്ട് അവൾക്ക് ഇരുന്ന് തുടയ്ക്കാൻ വയ്യ. ഞാൻ ചോദിച്ചു എന്തുവാടി? ആൻറ്റി ഞാനിപ്പോൾ ആഹാരം കഴിച്ചിട്ട് വന്നതാണ്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യാൻ വയ്യ, ഇരിക്കാനൊന്നും വയ്യെന്ന്. ഇനിയിപ്പോൾ ഈ മാർച്ച് 15 തോന്നുന്നു ഹോളി വരെ ഉള്ളൂ. പിന്നെ ആരെങ്കിലും അതും പറയുന്നത് 1 മാസം അവധി എടുക്കത്തുള്ളെന്നാണ് പറയുന്നത്. 1 മാസത്തേക്കിന് ആരെങ്കിലും വെച്ചിട്ട് പോകാമെന്ന്. ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്യുമായിരുന്നേ. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ഇച്ചിരി സവാള ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് ആ മാവിൻ്റെ അകത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഞാൻ അപ്പച്ചട്ടിയാണ് എടുത്തത്. അതിൻ്റെ അകത്ത് ഇച്ചിരി നെയ്യോ ഓയിലോ അങ്ങനെ തടവിയിട്ട് ഞാൻ കുഞ്ഞൊരു തവിയാണ് എടുത്തത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ഇച്ചിരി ക്യാരറ്റും സവാളയും ഇട്ടിട്ട് അത് അടച്ച് വെച്ച് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനേക്കാൾ ഇച്ചിരിയും കൂടെ വലുതായിട്ട് ബാറ്റർ ഒഴിക്കുവാണെങ്കിലും കുഴപ്പമില്ല. ഞാനത് പെട്ടെന്ന് വേവട്ടെന്നും പറഞ്ഞ് കുറച്ചേ ഒഴിച്ചുള്ളൂ. എന്നിട്ട് സൈഡിലൊക്കെ വേണമെങ്കിൽ ഇച്ചിരി നെയ്യൊക്കെ ഒന്ന് ഇറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ മുകൾ വശമൊക്കെ ഒന്ന് റെഡി ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി അതൊന്ന് തിരിച്ചിടുന്നുണ്ടേ. അപ്പം സ്റ്റീൽ ഇതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ ഈ ഇച്ചിരി കേറുവായിട്ടുള്ള ഇച്ചിരി വളഞ്ഞ് ഇത് ഞാനെടുത്ത് ഒന്ന് തിരിച്ചിടട്ടെ. എന്നിട്ട് ആ സൈഡിലൂടെ ചെറിയ തീയിലൊന്ന് വേവട്ടെ. ഇപ്പോൾ ഒരു മുട്ടയും കൂടെ വേണമെങ്കിൽ ഇത് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റായി. ഇപ്പം മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം, മുട്ട ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അന്നേരം മുട്ടയുടെയും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. അതുപോലെ ഏലക്കയാണേലും അതിൻ്റെയും കൂടെ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു രുചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ ഉണ്ടാക്കട്ടെ. അപ്പം ഞാൻ ഈ 1/2 കപ്പ് റവയും 1/2 കപ്പ് ഗോതമ്പും എടുത്തതിൽ ഒരു 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, അത്രയും. അപ്പം നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ലാസ്റ്റിലത്തെ മാവ് ഒരു ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. അപ്പം ഞാനത് കൂടുതലൊഴിച്ച് അത്രയും വലുത് നമുക്കുണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത് ഇത്തിരി വേവട്ടെ എന്നും പറഞ്ഞ് ഞാൻ കുറച്ച് മാവ് ഒഴിച്ച് ചെയ്തതാണ്. അപ്പോൾ ഞാൻ മുറിച്ചുകൂടെ കാണിക്കാമേ. നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഏറ്റവും അവസാനം ഉണ്ടാക്കിയത് അത് ഇച്ചിരി വലുതാണ്, അത് നല്ല ചൂട്. അതുകൊണ്ട് ഇത്രയും മാവൊഴിക്കുക, ഒരു 1.5 തവി മാവൊഴിക്കുമ്പോൾ അത്രയും വലുതാവും. അപ്പോൾ അല്ലാത്ത നേരത്തെ ഉണ്ടാക്കിയതൊന്ന് ഞാനെടുത്ത് മുറിച്ച് കാണിക്കാമേ. അത് നല്ല ചൂട്, ഏറ്റവും അവസാനം ഉണ്ടാക്കിയതാണ് അത്. അപ്പം വൈകിട്ടത്തെ ചായ കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി ഇന്നലെ ബോൺലെസ് ചിക്കൻ്റെ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് ഒന്ന് വറക്കാമെന്ന് വെച്ച്. ഇച്ചിരിയേ ഉള്ളൂ, എല്ലാവർക്കും ചോറിൻ്റെ കൂടെ ഒരു 3-4 പീസ്. അപ്പം ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി വെച്ചിരുന്നേ, പിന്നെ ചിന്തിച്ച് അതെടുത്തങ്ങ് വറുത്ത് ചോറിൻ്റെ കൂടെ രാത്രി എല്ലാവർക്കും എടുക്കാമെന്ന്. അപ്പം ഞാൻ അതുകൂടെ ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ അതിന് ശേഷം റീച്ചാൻ കഴിഞ്ഞ ദിവസം ഡിമാർട്ടിൽ പോയിട്ട് തന്നെ ഡിമാർട്ടിൽ പോയാൽ ഇങ്ങനെയുള്ള ഓരോ ലൊട്ടിലൊടുക്കുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. ഈ ബേലുണ്ടല്ലേ, ബേലിങ്ങനെ 2 ഡബ്ബയ്ക്കകത്തുള്ള ബേലുണ്ട്. ഒന്ന് പോള് കഴിച്ചു, ഒന്നിപ്പം പ്രീസമ്മോന് കൊടുക്കാൻ എടുത്തതാണ്.
ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വേലുണ്ട്, ചട്നിയുണ്ട്. സ്പൂണിതാ കട്ട് ചെയ്യും. അങ്ങനെ ഇടാൻ എന്താ സ്പൂൺ എടുത്തുണ്ടോ? നമ്മുടെ സ്പൂൺ എടുത്തുണ്ടോ? മധുരോ ഇച്ചിരി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.